ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിലെ ചില സെൻറ്റൻസസ് ആണ്. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, കീപ്പ്, ഈ 3 വേർബ്സ് എങ്ങനെ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം? വളരെ ഈസി ആയിട്ട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റിയ 3 വാക്കുകളാണിത്. ഈ വാക്കുകൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കും നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് സ്റ്റാർട്ട് എന്ന വാക്ക് നോക്കാം. സ്റ്റാർട്ട് എന്നാൽ തുടങ്ങുക എന്നല്ലേ അതിൻ്റെ മീനിങ്. ഇപ്പോൾ സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് വേറൊരു വേർബ് നമ്മൾ ഉപയോഗിക്കുന്നു. സ്റ്റാർട്ട് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സംസാരിക്കൽ തുടങ്ങൂ. സ്റ്റാർട്ട് സ്പീക്കിംഗ്. സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ് സംസാരിക്കൽ തുടങ്ങും. സ്റ്റാർട്ട് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുതുക എന്ന ഒരു പ്രവൃത്തി തുടങ്ങൂ. സ്റ്റാർട്ട് ഗോയിങ് ദർ, അവിടേക്ക് പോകുക എന്ന ഒരു പ്രവൃത്തി തുടങ്ങൂ. ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് തുടങ്ങൂ എന്നാണ്. സ്റ്റാർട്ട് കമ്മിങ് ഹിയർ, ഇവിടെ വരിക എന്ന ഒരു പ്രവൃത്തി അത് തുടങ്ങൂ. ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ വരാൻ തുടങ്ങൂ എന്നാണ്. സ്റ്റാർട്ട് കമ്മിങ് ഹിയർ. സ്റ്റാർട്ട് റീഡിംഗ് ബുക്സ് വായിക്കുക എന്ന പ്രവൃത്തി. സ്റ്റാർട്ട് റീഡിംഗ് ബുക്സ് തുടങ്ങൂ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് വേർബ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് ING ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ട് സ്പീക്കിംഗ്, സ്റ്റാർട്ട് റൈറ്റിംഗ്, സ്റ്റാർട്ട് റീഡിംഗ്, സ്റ്റാർട്ട് വർക്കിംഗ്, അങ്ങനെ അത് ഏത് വേർബ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒരു പ്രവൃത്തി തുടങ്ങൂ എന്നതിന്. ഇപ്പോൾ സ്റ്റാർട്ട് ഉപയോഗിച്ചു നമ്മൾ. സ്റ്റാർട്ട് സ്പീക്കിംഗ്, സ്റ്റാർട്ട് റൈറ്റിംഗ് എന്നൊക്കെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടെൻസസിലും അത് ഉപയോഗിക്കാം. യു ഷുഡ് സ്റ്റാർട്ട് റീഡിംഗ്, നിങ്ങൾ റീഡ് ചെയ്യൽ തുടങ്ങണം എന്നായി. യു മസ്റ്റ് സ്റ്റാർട്ട് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റീഡ് ചെയ്യൽ എന്തായാലും തുടങ്ങണം എന്നാണ്. ഹീ സ്റ്റാർട്ടഡ് റീഡിംഗ്, അവൻ വായിക്കൽ തുടങ്ങി. ഹീ സ്റ്റാർട്ടഡ് റീഡിംഗ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ വായിക്കൽ തുടങ്ങി. ഇനി അടുത്ത ഒരു വേർബാണ് സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്നാൽ നിർത്തുക. ഇതും നമുക്ക് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഒരു ING ഫോമുള്ള വേർബ് ചേർത്ത് ഈസി ആയിട്ട് ഉപയോഗിക്കാം. സ്റ്റോപ്പ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുക എന്നത് സ്റ്റോപ്പ് ചെയ്യൂ. സ്റ്റോപ്പ് ഗോയിങ് ദർ, അവിടെ പോകുക എന്നത് സ്റ്റോപ്പ് ചെയ്യൂ, നിർത്തൂ. സ്റ്റോപ്പ് വിസിറ്റിംഗ് ദോസ് പ്ലേസസ്, ആ പ്ലേസസൊക്കെ വിസിറ്റ് ചെയ്യുന്നത് നിർത്തൂ. സ്റ്റോപ്പ് റീഡിംഗ്, വായിക്കൽ നിർത്തൂ. സ്റ്റോപ്പ് വാച്ചിങ് മൂവീസ് വാച്ച് ചെയ്യുന്നത് നിർത്തൂ. നോക്കൂ, എല്ലായിടത്തും ING ഫോമാണ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഹി ഹാസ് സ്റ്റോപ്ഡ് ഗോയിങ് ദർ, അവിടെ പോകുക എന്ന പ്രവൃത്തി അവൻ നിർത്തി. ഹി ഹാസ് സ്റ്റോപ്ഡ്. നോക്കൂ, അപ്പോൾ നമുക്ക് പല ഡിഫറെൻറ്റ് ടെൻസസിലും ഇത് ഉപയോഗിക്കാം. യു ഷുഡ് സ്റ്റോപ്പ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഓടുന്നത് നിങ്ങൾ നിർത്തണം. ഹി സ്റ്റോപ്ഡ് റണ്ണിങ്, അവൻ ഓടുന്നത് നിർത്തി എന്നായി. അങ്ങനെ ഡിഫറെൻറ്റ് ടെൻസസിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ സ്റ്റോപ്പ് മനസ്സിലായി. ഇനി അടുത്തത് കീപ്പ്. കീപ്പ് എന്നാൽ സൂക്ഷിക്കുക എന്നാണ് മീനിങ്. പക്ഷേ നമുക്ക് കീപ്പ് പ്ലസ് ING ഉപയോഗിക്കുമ്പോൾ അതിന് വേറെ ഒരു മീനിങ് കിട്ടും. ഫോർ എക്സാമ്പിൾ, കീപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരാൾ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് തുടർന്നോളൂ എന്നാണ്. കീപ്പ് റൈറ്റിംഗ്. കീപ്പ് ഗോയിങ് ദർ എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നത് നീ തുടർന്നോളൂ. കീപ്പ് വാച്ചിങ് മൂവീസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അപ്പോൾ അത് തുടർന്നോളൂ. കീപ്പ് വാച്ചിങ് മൂവീസ്. നോക്കൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട്, അതുപോലെ കീപ്പ്, സ്റ്റോപ്പ് ഒക്കെ ഉപയോഗിക്കാം. അതും ഡിഫറെൻറ്റ് ടെൻസസിൽ ഉപയോഗിക്കാം. ഡിഫറെൻറ്റ് മോഡൽ വേർബ്സിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം. കുറച്ച് സെൻറ്റൻസസ് നമുക്ക് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാം. അത് മലയാളം സെൻറ്റൻസ് പറയുമ്പോൾ അപ്പോൾ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസ് എന്താവും എന്ന് ആലോചിച്ച് വയ്ക്കുക. പെട്ടെന്ന് ആലോചിക്കണം. ന്യൂസ് പേപ്പർ വാങ്ങൽ ഞങ്ങൾ നിർത്തി. വി ഹാവ് സ്റ്റോപ്ഡ് ബൈയിങ് ന്യൂസ് പേപ്പർ. അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ കൊല്ലം ഞാൻ നിർത്തി. ഐ സ്റ്റോപ്ഡ് വർക്കിംഗ് ഫോർ ദം ലാസ്റ്റ് ഇയർ. അവനെ കാണുന്നത് ദയവ് ചെയ്ത് നിർത്തൂ. പ്ലീസ് സ്റ്റോപ്പ് മീറ്റിംഗ് ഹിം. ചിക്കൻ കഴിക്കുന്നത് അവൻ നിർത്തണം. ഹി ഷുഡ് സ്റ്റോപ്പ് ഈറ്റിംഗ് ചിക്കൻ. നിങ്ങളുടെ ഡോഗിനെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ നിർത്തേണ്ടി വരും. യു വിൽ ഹാവ് ടു സ്റ്റോപ്പ് ബ്രിങ്ങിങ് യുവർ ഡോഗ് ടു ഓഫീസ്.
എൻ്റെ വീഡിയോസ് കാണുന്നത് നിർത്തല്ലേ. ഡോണ്ട് സ്റ്റോപ്പ് വാച്ചിങ് മൈ വീഡിയോസ്. ആ പെൺകുട്ടി അവനോട് പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. ദാറ്റ് ഗേൾ കീപ്സ് സ്മൈലിംഗ് അറ്റ് ഹിം. നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. യു ഷുഡ് കീപ് ലേണിംഗ്. എനിക്കവളെ ഇഷ്ടമല്ല എങ്കിലും അവൾ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ഹെർ ബട്ട് ഷീ കീപ്സ് കോളിംഗ് മീ. അവൻ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഹീ കെപ്റ്റ് ആസ്കിങ് മീ ക്വസ്റ്റ്യൻസ്. എനിക്ക് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യൽ തുടങ്ങാൻ കഴിയും. ഐ ക്യാൻ സ്റ്റാർട്ട് പ്രാക്ടീസിങ് മ്യൂസിക്. സ്റ്റുഡൻസ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. സ്റ്റുഡൻസ് ഹാവ് സ്റ്റാർട്ടഡ് ഷൗട്ടിങ്. അവൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യൽ തുടങ്ങി. ദേ ഹാവ് സ്റ്റാർട്ടഡ് കുക്കിംഗ് വെജിറ്റബിൾസ്. അവൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങും. ഷി വിൽ സ്റ്റാർട്ട് വിസിറ്റിംഗ് ഹോളി പ്ലേസസ്. ഇനി 3 മലയാളം സെൻറ്റൻസസ് പറയാം. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. അടുത്ത സെൻറ്റൻസ്, ടീച്ചർ എല്ലാ ദിവസവും ഹോംവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസവും ടീച്ചർ ഹോംവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. തേർഡ് സെൻറ്റൻസ്, അവൻ ഫുട്ബോൾ കളിക്കൽ നിർത്തേണ്ടി വരും. അപ്പോൾ ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. താങ്ക് യു.